നമസ്കാരം. ന്യൂസ് 4ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇസ്രയേലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ. വ്യോമമേഖല അടച്ച് ജോർദാനും ഇറാഖും ലെബനനും. ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലേക്ക്. നാളെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ. ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പര്യടനം. കോഴിക്കോട് UDFന്റെ മെഗാ റാലി രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. രാജീവ് ചന്ദ്രശേഖറിനായി നടി ശോഭന പ്രചാരണ രംഗത്ത്. ഗുരുതര ആരോപണങ്ങളുമായി KM ഷാജി. PK കുഞ്ഞനന്തന്റെ മരണത്തിൽ VVIPയുടെ സാന്നിധ്യമെന്ന് ആരോപണം. കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ്, ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. താൻ പറഞ്ഞതിനെതിരെ ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കണം. കേസെടുത്താൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് വെല്ലുവിളി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി വിഷു. നിറകണി കണ്ട് മലയാളികൾ. ഗുരുവായൂരിലും ശബരിമലയിലും വൻ തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. അടിമാലിയിൽ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതികൾ കസ്റ്റഡിയിൽ. കൊല്ലം കിളികൊല്ലൂർ സ്വദേശികൾ പിടിയിലായത് പാലക്കാട് നിന്ന്. പ്രതികളിലേക്ക് സൂചന നൽകിയത് CCTV ദൃശ്യങ്ങൾ. പട്ടാമ്പിയിൽ യുവതിയെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി. പണം സമാഹരിച്ചെങ്കിലും മോചനം അകലെയോ? അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ആശങ്ക. 3 മാസം വരെ കാലതാമസം വരുമെന്ന് സൂചന. വഴിക്കണ്ണുമായി നാട്. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്രയേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. ആക്രമണത്തിൽ